പുതുവത്സരം മുതൽ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം അവതാളത്തിലായേക്കാം. എസ്കോർട്ടും പൈലറ്റും ഇല്ലാതായേക്കാം. കാരണം ഡീസൽ അടിക്കാൻ പോലീസിൻ്റെ കയ്യിൽ പണമില്ല. ഒന്നും രണ്ടുമല്ല, സംസ്ഥാനത്തെ 2000-ഓളം പമ്പുകളിൽ നിന്നായി 150 കോടിയോളം രൂപയാണ് ഇന്ധനം അടിശയനത്തിൽ പോലീസുകാർ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകാനുള്ളത്. ജൂലൈ മാസം മുതൽ ഇന്ധനം നൽകിയ പണമാണ് പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത്. കുടിശ്ശിക തീർക്കണം എന്നാവശ്യപ്പെട്ട് DGP അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പോലീസ് ജീപ്പ് ഓടണോ വേണ്ടതെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് വിചാരിക്കേണ്ടത്. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം പരിധിയും വിട്ടുള്ള കടം ക്രെഡിറ്റ് പോലീസിന് നമ്മൾ കൊടുത്തിരിക്കുക. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമല്ല, ഗവൺമെൻറ് ഫണ്ട് അവർക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്കും തരുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് പോലും 5 ലക്ഷം രൂപ മിനിമം ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനെ 3, 4, 5, 6 വണ്ടി വാഹനങ്ങൾ അടിക്കുന്നുണ്ട്. അതിന് എമൗണ്ട് കൂടി പോകും. അതായത് 25-30 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ഔട്ട്ലെറ്റും കേരളത്തിലുണ്ട്. സംസ്ഥാനം മൊത്തം കണക്കിലെടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൊടുക്കുമ്പോൾ 140-150 കോടി അകത്ത് ഒരു എമൗണ്ട് എല്ലാ ഡീലർമാർക്കും കൂടെ കിട്ടാനുണ്ട്. പമ്പിൻ്റെ പ്രവർത്തനം കൂടെ തടസ്സപ്പെട്ട് വരിക. മിക്ക പമ്പുകളും ഡ്രൈ ആയി ഒക്കെ സാധനം ഇല്ലാതെ പ്രൊഡക്റ്റ് ഇല്ലാതെ കിടക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ. ജനങ്ങളെ കൊണ്ട് പെറ്റിയെടുപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. റോഡിലെ നിയമലംഘനങ്ങൾക്കെതിരെ നിരന്തരം റോഡിലൂടെ പായാൻ ചിലപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങൾ ഉണ്ടാകില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 50 കോടിയോളം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് പമ്പുടമകൾക്ക് നൽകാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പെറ്റി ഇനത്തിൽ പിരിച്ചെടുക്കുന്ന തുകയുടെ 5% ഉപയോഗിച്ചാൽ തന്നെ പമ്പുടമകളുടെ ഈ കടം തീർക്കാം. പക്ഷേ സർക്കാരിന് താല്പര്യമില്ല. തീർന്നില്ല. ഫയർഫോഴ്സ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഇന്ധനം നിറച്ച തുകയിൽ നൽകാനുള്ളത് 50 ലക്ഷത്തോളം രൂപ. ആരോഗ്യവകുപ്പും അത്രത്തോളം തന്നെ തുക നൽകാനുണ്ട്. ജനുവരി 1 മുതൽ ഇന്ധനം ലഭിക്കാതെ വന്നാൽ 108 ആംബുലൻസിന്റെ പ്രവർത്തനം അടക്കം അവതാളത്തിലാകും. കോടികൾ മുടക്കി നവകേരള സദസ് നടത്തുന്ന സംസ്ഥാന സർക്കാർ പമ്പുടമകളുടെ ഈ അവസ്ഥയ്ക്ക് കൂടി പരിഹാരം കണ്ടെത്തണം. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.